ഇന്ന് ഉച്ചയ്ക്ക് ചോറിലേക്ക് എന്ത് കൂട്ടാനുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് സോയ ചങ്ക്സ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ സോയ ചങ്ക്സ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ ആർക്കും ഇഷ്ടാവില്ല. അപ്പോൾ അതിലോട്ട് 2 മുട്ട കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് മുട്ട ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചിക്കി എടുക്കാം. നമുക്ക് ഇതിലോട്ട് നല്ലപോലെ മുട്ട വെന്തതിന് ശേഷം നമുക്ക് വേവിച്ച സോയാബീൻ, അതായത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ആ ചൂടുള്ള ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല സോയ ചങ്ക്സ് അത്യാവശ്യം നല്ലോണം വെന്ത് കിട്ടും. എന്നിട്ട് അതാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ, ആ മുട്ടയും ഇതും കൂടി. പിന്നെ അത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ആ സെയിം പാനിൽ തന്നെ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഈ വെളിച്ചെണ്ണയിലിട്ടിരുന്ന് അലിയിച്ചെടുക്കാം. നമുക്ക് ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, കാരണം നമ്മുടെ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. എന്നിട്ട് കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല, രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി നല്ല ഫ്ലേവർ കൊടുക്കട്ടെ അതിന്. പിന്നെ അതുപോലെ തന്നെ കസൂരി മേത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ലപോലെ തിള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ടയും സോയ ചങ്ക്സും കൂടി, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ സോയ ചങ്ക്സിലും അതുപോലെ തന്നെ മുട്ടയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഉപ്പും അതുപോലെ എരിവൊക്കെ അതിലോട്ട് നല്ലൊന്ന് പിടിക്കണം. അതിന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട, ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇത് സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കൂട്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് മുട്ടയും കൂടി കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആ സോയ ചങ്ക്സിൻ്റെ ആ വേറൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുണ്ടാവില്ല. മുട്ടയുടെ ടേസ്റ്റാണ് മുന്തിച്ച് നിൽക്കുക.